വളരെ വിഷമിച്ചാണ് സീതയുടെ സമീപത്തു നിന്ന് രാമനാണെന്ന് തെറ്റിദ്ധരിച്ച സീതയ്ക്ക് സമ്മതമാകുന്ന വിധത്തിൽ രാമനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോയത്. അങ്ങനെ പോകരുതെന്ന് രാമൻ പലകുറി പറഞ്ഞിട്ടും, എന്നുവെച്ചാൽ ജടായുവിനെ കൂട്ടി എപ്പോഴും ആശങ്കയുള്ളവനായിട്ട് സീതയുടെ അടുത്തുണ്ടാവണമെന്നാണ്. ഏതെങ്കിലും അപകടങ്ങൾ ഇപ്പോൾ വരും എന്ന് സംശയിച്ച് തന്നെ നിൽക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം എന്ന് താല്പര്യം. അതിന് തയ്യാറായി തന്നെയാണ് സൗമിത്രി, ലക്ഷ്മണൻ സുമിത്രയുടെ മകനായതുകൊണ്ടാണ് സൗമിത്രി എന്ന് വിളിക്കുന്നത്. അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മാരീചന് രാമൻ്റെ സായകം, അസ്ത്രം, ശരം ഏറ്റ് ജീവഹാനി സംഭവിക്കാൻ പാകത്തിൽ അപകടമുണ്ടാവുന്നത്. അപ്പോഴയാൾ രാമൻ്റെ അതേ ശബ്ദം അനുകരിച്ച് അയ്യോ ലക്ഷ്മണ, സീതേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. ഇത് വളരെ ദൂരെ ഉണ്ടായിരുന്ന സീതാദേവി ഈ പ്രലപനം, ഈ നിലവിളി കേൾക്കുകയും അത് രാമൻ തന്നെ ആപത്തിൽപ്പെട്ടിട്ട് നിലവിളിക്കുകയാണെന്ന് ശങ്കിക്കുകയും ആ ശങ്ക ലക്ഷ്മണനോട് പങ്കുവയ്ക്കുകയും, അനുജ ഒന്ന് പോയി നോക്ക്, ജേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്, അരക്കന്മാരാണല്ലോ, രാക്ഷസന്മാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ കൗശലങ്ങൾ ചെയ്യും, ചതിവിൽപ്പെടുത്തും, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്കിനി ആരുമില്ല, ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ലക്ഷ്മണന് തെല്ലും സംശയമില്ല രാമൻ അതൊന്നും സംഭവിക്കില്ലെന്ന്. എല്ലാ ജീവജാലങ്ങളുടെയും അധിപൻ, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാൻ കഴിവുള്ളവൻ, ധീരനും വീരനും ശൂരനും പരാക്രമശാലിയുമായ രാമൻ, ആർക്കും അദ്ദേഹത്തെ ഒന്നും സ്പർശിക്കാൻ പോലും കഴിയില്ല എന്ന് ലക്ഷ്മണൻ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ സീതയോട് പറഞ്ഞു നോക്കി. സീതയുണ്ടോ? സമ്മതിക്കുന്നു. അവർ മറ്റൊരു തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. കാട്ടിൽ വേറെ ആരുമില്ല, ഹിംസജന്തുക്കൾ മാത്രമേ ഉള്ളൂ, മനുഷ്യരായിട്ട് വേറെ ആരുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഞാൻ ഇങ്ങനെയൊക്കെ നിർബന്ധിച്ചു പറഞ്ഞിട്ടും ഇവൻ അങ്ങോട്ട് പോകുന്നില്ല, രാമനെ അന്വേഷിച്ച് പോകുന്നില്ല, ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാൻ എന്താണ് കാരണം എന്ന് പെട്ടെന്ന് പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സീത ലക്ഷ്മണനെ ഭർത്സിക്കുകയാണ്. ചീത്ത പറയാ ശരിക്കും. എന്താണ് നീ രാമനെ അന്വേഷിക്കാതിരിക്കുന്നത്? നീ രാമനെ അനുഗമിച്ചത് തന്നെ എനിക്കിപ്പോൾ തെറ്റിദ്ധാരണ തോന്നുന്നുണ്ട്, എന്നെ കണ്ടിട്ടാണ് എന്ന് വിചാരിച്ചാണ്. രാമൻ എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്നെ നിനക്ക് സ്വീകരിക്കാമെന്നാണ് എൻ്റെ വിചാരം എന്നൊക്കെ പറയുകയാണ്. ലക്ഷ്മണൻ ഇത് കേട്ടിട്ട് രണ്ട് കൈ വിരലും ചെവിക്കകത്ത്, രണ്ട് കൈയിലെ ഓരോ വിരലും ചെവിയിലേക്ക് അടത്തിയിട്ടു. ശാന്തം, പാവം, എനിക്ക് ദുശ്രവമാണ്, കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ വിരലിടുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും ഒരു ശ്വാസം കൊണ്ടുപോലും ലക്ഷ്മണനിൽ അത്തരം വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടായില്ല. മാത്രമല്ല അമ്മ പറഞ്ഞയച്ച് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്നാണ് അമ്മ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞതാണ്. ഈ ദശരഥൻ വനത്തിലില്ലല്ലോ, രാമനെ ദശരഥനാണെന്ന് കണക്കാക്കണം. ഞാൻ വനത്തിലില്ലല്ലോ, അതുകൊണ്ട് ഞാനാണ് ഈ വൈദേഹി സീത എന്ന് നീ വിചാരിക്കണം. അയോധ്യയിൽ നിന്ന് ഒരുപാട് അകലെയായ കൊടും വനമാണല്ലോ, അതിനെ നീ അയോധ്യയായിട്ട് കണക്കാക്കണം. എന്ന് വെച്ചാൽ യാതൊരു വൈതരണികളിലും ചെന്ന് പെടാതെ ശ്രദ്ധാപൂർവ്വം ജീവിക്കണമെന്ന് സാരം. അത് അണുവിട തെറ്റാതെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആണ് ലക്ഷ്മണൻ കഴിഞ്ഞു വരുന്നത്. ഒരു മനുഷ്യന് എങ്ങനെയെല്ലാം സദാചാരനിരതമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ലക്ഷ്മണൻ. ലക്ഷണമൊത്തവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ, വെറുതെ പറയല്ല. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്തവൻ എന്നാണ്. എന്ത് ലക്ഷണമാണ്? ഒരു മനുഷ്യന് എന്തെല്ലാം സദ്ഗുണങ്ങൾ ഉണ്ടാകണമോ, നല്ല പെരുമാറ്റം ഉണ്ടാകണമോ, സ്വീകാര്യമായ സ്വഭാവം ഉണ്ടാകണമോ, അനുകരണീയമായ വ്യക്തിത്വം ഉണ്ടാകണമോ, അതെല്ലാം ഉള്ള ആളാണ് ഈ ലക്ഷ്മണൻ. എല്ലാ ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ലക്ഷ്മണനാണ്. ലാക്ഷണികമായി എല്ലാം തികഞ്ഞിരിക്കുന്ന ആളാണ് ഈ ലക്ഷ്മണൻ. അദ്ദേഹത്തിന് അത് സഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നിട്ടും കുറേ നേരം അവിടെ വീണ്ടും ഇതേ പല്ലവി സീത ആവർത്തിച്ച് പറഞ്ഞു. ഇതേക്കുറിച്ച് സീത പിന്നെ ദുഃഖിക്കുന്നുണ്ട്. ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശൻ ആ ഭാഗം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കനിവാർന്ന അനുജ പൊറുക്ക
ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ എന്നാ പറയുന്നത്. കനിവാർന്ന അനുജ പൊറുക്ക, ദയാപൂർവം അല്ലയോ അനുജ നീ എന്നോട് പൊറുക്കണം. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സീത വിചാരിക്കുന്നത്. പുനർവിചിന്തനം ഉണ്ടാകുന്നത് മറ്റൊരു തരത്തിലും തൻ്റെ ജീവിതത്തിൽ രക്ഷയില്ലാതെ വരുമ്പോഴാണ് പണ്ട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു പുനഃസ്മരണം ഉണ്ടാകുന്നത്. പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ, ഞാൻ ഒന്നും വിചാരിക്കാതെയാണ് അന്നത് പറഞ്ഞത്. അതിന് എനിക്ക് ക്ഷമാപണമുണ്ട്, പശ്ചാത്താപമുണ്ട്, ഒരു ന്യായീകരണമുണ്ട്. എന്താണ് ന്യായീകരണം? അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനം ഓടാത്ത കുമാർഗമില്ലടോ. മനസ്സിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയെല്ലാമാണെന്ന് എങ്ങനെയാ പറയുക? തൽക്കാല പരിസ്ഥിതിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ രക്ഷ നേടണമെന്നോ മോചനം നേടണമെന്നോ പിന്നെ അല്ലെങ്കിൽ താൻ വിജയിക്കുന്ന മാതൃകയിൽ പറഞ്ഞൊപ്പിക്കണമെന്നോ വിചാരിച്ചാണല്ലോ നമ്മൾ ഓരോന്ന് പറയുക. അതിൻ്റെ വരുംപരായികളെക്കുറിച്ചോ അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചോ അത് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായി തീരുമെന്നതിനെക്കുറിച്ചോ ഒട്ടും ചിന്തിക്കാതെയാണ് നമ്മൾ എല്ലായ്പ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളുടെ വൈചിത്ര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ദുർവിധി എപ്പോഴും വേട്ടയാടുന്ന ഒരു വ്യക്തിയിൽ പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന വികലമായ വർത്തമാനങ്ങളും വാക്കുകളും ഒക്കെ ആയിരിക്കും. ആ വൈകല്യമാണ്, ആ വികലമായ വർത്തമാനങ്ങളാണ് സീതയിൽ നിന്നുണ്ടായത്. എന്തായാലും ലക്ഷ്മണൻ അവിടെ നിന്ന് ദേവിക്ക് നല്ലത് വരട്ടെ, എല്ലാ വിധത്തിലും അങ്ങ് ശ്രദ്ധിച്ച് ഇവിടെ നിൽക്കുക, രാക്ഷസന്മാരുടെ ശല്യം എപ്പോഴും ഉണ്ടാവും, ഞാൻ ജ്യേഷ്ഠനത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയ ഒരു മല പോലെ രാക്ഷസ രൂപം അമ്പേറ്റ് മരിച്ചു കിടക്കുന്നു. ദൂരെ വെച്ച് തന്നെ ലക്ഷ്മണൻ വരുന്നത് കണ്ടിട്ട് രാമൻ അവിടെ നിന്ന് വേഗം നടന്ന് കുന്നിറങ്ങി താഴേക്ക് വന്ന് ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് വന്ന്, ലക്ഷ്മണ നീ എന്തിനു വന്നു ഇങ്ങോട്ട്? എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതാ നോക്കൂ, ആ ഹിംസ ജന്തുക്കളായിരിക്കുന്ന കുറുക്കനും മറ്റു ജന്തുക്കളും സൂര്യനെ നോക്കി ശബ്ദം ഓലിയിടുന്നത് നീ കേൾക്കുന്നില്ലേ? ദുർനിമിത്തങ്ങളാണവ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, വേഗം നടക്ക്. നീ മൈഥിലിയെ വിട്ടിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, നിന്നെ എന്തെല്ലാം പറഞ്ഞാണ് ഞാൻ അവിടെ നിർത്തിയത് എന്നെല്ലാം ഇവിടെ നിന്നും ലക്ഷ്മണന് കേൾക്കേണ്ടി വന്നു. ദുഷ്ശ്രാവ്യങ്ങളായ കുറേ ഭർസനങ്ങൾ, കേൾക്കാൻ വിഷമമുള്ള കുറേ വാക്കുകൾ അവിടെയും തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് രാമനും. രണ്ടും അനുഭവിക്കേണ്ടി വന്നു ലക്ഷ്മണൻ. ഒരു ദുർവിധി എന്നല്ലേ ഉള്ളൂ. എങ്കിലും നടക്കാം എന്ന് പറഞ്ഞ് ഇരുവരും നടന്നു. അവിടെ ഇവിടെ നടന്ന് ഒടുവിൽ കാടകങ്ങളിലൂടെ നടന്ന് ഈ പർണശാലയുടെ അടുത്തെത്തി നോക്കിയപ്പോൾ സീത അവിടെ ഇല്ല. രാമന് ദുഃഖമായി. വെറും ദുഃഖമല്ലത്. അവിടെ നമ്മൾ രാമനെ ഈശ്വരനായിട്ടല്ല, ഈശ്വരൻ്റെ പ്രതിമൂർത്തിയായിട്ടോ അവതാര മഹത്വമുള്ള വ്യക്തിയായിട്ടോ അല്ല രാമനെ നമ്മളവിടെ കാണുന്നത്. തികഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ്. അനുരാഗലോലമായ ദാമ്പത്യ ജീവിതം അതിസ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നയിച്ചു പോകുന്ന ദമ്പതികൾക്കിടയിലുണ്ടാകുന്ന വൈകാരിക തീക്ഷ്ണത എത്രത്തോളമെന്ന് രാമൻ്റെ നിലവിളിയും നെഞ്ചത്തടിച്ചുള്ള ആ ഒരു കരച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും എങ്ങനെയായിരുന്നു രാമനും സീതയും എന്നുള്ളത്. രണ്ട് ശരീരമായിട്ടും ആത്മാവെന്ന പോലെ അത്രത്തോളം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞ ഒരു ദാമ്പത്യ ബന്ധമാണ് സീതയും രാമനും തമ്മിലുണ്ടായിരുന്നത്. ഒരു ക്ഷണം എന്താ ഈ പ്രണയത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയും. ഈ ചക്രവാക പക്ഷികളെയാണ് നമ്മളതിനെ മാതൃകയാക്കി പറയാറുള്ളത്. ചക്രവാക പെൺപക്ഷി അതിൻ്റെ ആൺപക്ഷിയുമായി ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കൊക്കുരുമ്മി ദേഹമുരുമ്മി കാലുകൾ തമ്മിൽ ഇങ്ങനെ പിണച്ച് ഒക്കെ ഇരുന്ന് സല്ലപിക്കുന്ന അവസരത്തിൽ ഒരു ഇളങ്കാറ്റ് കൊണ്ട് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഒരു ഇല അല്പം ഒന്ന് ചലിച്ച് ആ ഇലയുടെ ഒരു അറ്റം കൊണ്ട് കണ്ണു ഇരിക്കുന്നത് കൊണ്ട് തൻ്റെ ഭർത്താവിനെ കാണാൻ കഴിയുന്നില്ലെന്ന് വന്നാൽ തന്നെ അതിന് സഹിക്കാൻ കഴിയില്ല. അത് ദീനദീനം വിലപിക്കും. തൻ്റെ കണ്ണു മൂടിയിരിക്കുന്ന ആ പച്ചില കൊക്കുകൊണ്ട് കൊത്തി മാറ്റി കഴിഞ്ഞ് താനിവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ പെൺപക്ഷിയുടെ ദുഃഖം മാറുകയുള്ളൂ. പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സിമ്പലാണ് അത്. ചക്ഷുസംഗം, മനപ്രീതി, ഇങ്ങനെ 14 ഘട്ടങ്ങളുണ്ട് പ്രണയത്തിന്.
ആ പ്രണയാതുരമായ അവസ്ഥ അനുരാഗപരമായ ഒരവസ്ഥയിൽ ഒരു ദാമ്പത്യ ബന്ധമായി വികസിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വൈകാരിക തീഷ്ണത എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുക? വർണ്ണനാതീതമായ ഒരു ഭാവമാണ് അവിടെ എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തരുന്ന ഭാവം. ഭക്തി എന്ന് പറയുന്ന ഭാവം, അതിവിശിഷ്ടമായ ആ ഭാവം ആവിഷ്കരിക്കുന്ന അതേ കവി തന്നെ ശൃംഗാര ലോലുപമായ ആ രസരാജനെ ആവിഷ്കരിച്ചുകൊണ്ട് ശൃംഗാര രസത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് ആ ശൃംഗാരത്തിനകത്ത് ഈ കരുണം എന്ന് പറയുന്ന രസം അതിൻ്റെ സ്ഥായിഭാവമായിട്ട് പറയുന്നത് ശോകമാണ്. ആ ശോകത്തെ കലർത്തി വർണ്ണിച്ചിരിക്കുന്നതിൻ്റെ ആ രസനീയത വായിച്ചു പോയാൽ വളരെ അതിവിശിഷ്ടമായി അനുഭവപ്പെടും. അങ്ങനെ ഒരു ഹൃദയബന്ധം അവിടെ എങ്ങനെ വാക്കുകൾ കൊണ്ട് വരയ്ക്കാൻ കഴിയും ഈ എഴുത്തച്ഛനും മറ്റും? വാൽമീകി പിന്നെ പോകട്ടെ, അത് ഒരു മനുഷ്യകഥാനുഗാനമായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വയ്ക്കാം. പക്ഷേ ഇത് ഭക്തി കവിയാണ്, ഭക്ത കവിയാണ്. ഭക്തി പ്രസ്ഥാനത്തിനാണ് ഇവിടെ പ്രാധാന്യം. വൈഷ്ണവമായ ചിന്താധാരയിലൂടെ മനുഷ്യ മനസ്സിൽ ഊറിക്കൂടിയിരിക്കുന്ന ദുർനിമിത്തങ്ങളെയും അധർമ്മങ്ങളെയും തിന്മകളെയും ഉന്മൂലനം ചെയ്ത് സദാചാര നിരതമായ ഒരു ജീവിതത്തിൻ്റെ വക്താക്കളും അതിൻ്റെ സ്വീകർത്താക്കളുമാക്കി ജനസമൂഹത്തെ മുഴുവൻ മാറ്റണമെന്ന് വിചാരിക്കുന്ന ആളാണ് എഴുത്തച്ഛൻ. അങ്ങനെയുള്ള ആളിന് ശൃംഗാരത്തിനകത്ത് ശോകസ്ഥായി കൊണ്ട് അല്ലെങ്കിൽ കരുണം കൊണ്ടുവന്ന് ശോകസ്ഥായി ഭാവം കാണിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയത്തിൻ്റെ അവ്യാഖ്യായമായ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഭാവപ്പൊലിമയെ വൈകാരിക തീവ്രതയെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ മിടുക്ക്, സാമർഥ്യം. അതും നിത്യബ്രഹ്മചാരിയായിരുന്ന എഴുത്തച്ഛൻ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരഹൃദയജ്ഞാനം ഇത്രത്തോളം ശക്തമായി മനസ്സിലാക്കി വച്ചിരുന്ന വേറെ കവിയുണ്ടോ നമുക്ക് എന്ന് പോലും നമുക്ക് തോന്നി. എന്തായാലും ശരി, അങ്ങനെ ലക്ഷ്മണനും രാമനും കൂടി തൻ്റെ പർണശാലയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. എങ്ങും സീതയെ കണ്ടില്ല. രാമൻ്റെ വിരഹത്തിൽ വൃക്ഷങ്ങളോട് ചോദിക്കുന്നു, ഹേ വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടുവോ? ഹേ ലതാനികുഞ്ചങ്ങൾ കണ്ടിട്ട് വള്ളിക്കുടിൽ കണ്ടിട്ട് അതാ വള്ളിക്കുള്ളിലോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടുവോ എൻ്റെ സീതയെ? ചക്രവാക പക്ഷികളെ കണ്ട് നിങ്ങൾ കണ്ടുവോ എൻ്റെ സീതയെ? മറ്റു പക്ഷികൾ അവിടെ എവിടെ പക്ഷികളെ നിങ്ങൾ കണ്ടുവോ? നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ ഓരോന്നിനോടും അത് ഭേദഭാവനകളില്ലാതെ ചരങ്ങളാണോ അചരങ്ങളാണോ ചേതനങ്ങളാണോ അചേതനങ്ങളാണോ എന്നൊന്നും ഇല്ലാതെ അതിതീവ്രമായ വിരഹത്തിൻ്റെ അഗ്നിയിൽ പൊള്ളി നടക്കുന്ന ഈ രാമൻ നിലവിട്ട് തരം വിട്ട് അവസ്ഥ വിട്ട് സംസാരിക്കണം എല്ലാവരോടും. മലകളോട് ചോദിക്കുന്നു, നദികളോട് ചോദിക്കുന്നു, കുഞ്ഞ് അരുവികളോട് ചോദിക്കുന്നു, ലതാനികുഞ്ചങ്ങൾ വള്ളിക്കുടിലുകളോട് ചോദിക്കുന്നു, മഹാവൃക്ഷങ്ങളോട് ചോദിക്കുന്നു, സസ്യജാലങ്ങളോട് ചോദിക്കുന്നു, ഇഴജന്തുക്കളോട് ചോദിക്കുന്നു, ഹിംസ്ര ജന്തുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ കണ്ടുവോ എൻ്റെ സീതയെ, എൻ്റെ പ്രണയിനി, എൻ്റെ പ്രാണനാഥയെ നിങ്ങൾ കണ്ടുവോ എന്ന് നിലവിളിക്കുകയാണ്. ഇത് അനുചിതമായിട്ട് ആളുകൾക്ക് തോന്നും. ഒരു ഭക്തി സാഹിത്യ കാവ്യത്തിൽ എങ്ങനെയാണ് ഈശ്വരൻ്റെ അവതാരമാണെന്ന് അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വൈകാരിക രീതി കേവല മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വന്നത് എന്നാണ് ചോദിക്കും. ഉത്തരമുണ്ട്, നമുക്ക് വളരെ യുക്തിപൂർവമായ ഒരു ഉത്തരമുണ്ട്. ഈ അവതരിച്ചതാണ്. മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന വികാര വിചാരങ്ങൾ പ്രകടിപ്പിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ മനുഷ്യനാവില്ലല്ലോ. ദേവത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, ശുദ്ധ നരത്വത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെയെങ്കിൽ ആ നരത്വത്തിൻ്റെ, ആ മനുഷ്യനായിരിക്കുന്നതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ കൃത്യമായി ആ ആളിൽ ഉണ്ടായേ മതിയാവൂ. ആ നരത്വത്തിൽ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ലൗകിക ഹിതങ്ങളെ അനുസരിച്ചുള്ള വികാര വിചാര പരമ്പരകൾ കൊണ്ട് വളരെ സങ്കീർണമായ ഒരു സ്വഭാവ അവസ്ഥ ഈ മനുഷ്യനുണ്ടായേ മതിയാവൂ. അതുകൊണ്ടാണ് ഈ രാമന് അത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് വളരെ യുക്തിപൂർവമായ ഒരു സമാധാനമുണ്ട് നമുക്കവിടെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ധാരാളമായി അദ്ദേഹം സഞ്ചരിച്ചു. സഞ്ചരിച്ച് കുറേ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഈ രാവണനോട് അതിൻ്റെ ഒരു ചെറിയൊരു അംശം കൊണ്ട് സൂചിപ്പിക്കാനുണ്ട്. ഈ മാരീചനാണല്ലോ ഈ രാവണൻ്റെ അനുയായിയായിട്ട് സഹായിയായിട്ട് വന്നത്. മാരീചൻ പറഞ്ഞു, രാവണ നീ കൊല്ലപ്പെടുക തന്നെ ചെയ്യും. ഞാൻ കൊല്ലപ്പെടുമെങ്കിൽ പിന്നെ നിൻ്റെ കാര്യം പറയാനില്ല. തീർച്ചയായും എന്നെ കണ്ടാൽ രാമൻ എന്നെ കൊല്ലും, പക്ഷേ നിന്നെ കണ്ടാൽ നിന്നെയും കൊല്ലും. രാക്ഷസ വംശം മൊത്തം രാമൻ ഇല്ലാതെയാക്കുമെന്ന് ഞാൻ പണ്ട് മഹർഷിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ രാവണൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്ന് പറഞ്ഞാൽ, ഇയാളുടെ പണി നോക്കണേ എന്നല്ല പറഞ്ഞത്. ഇയാൾ മിണ്ടായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, അങ്ങനെ ഒന്നുമല്ല രാവണൻ പറഞ്ഞത്. രാവണൻ പറഞ്ഞത്,
ഈശ്വരനാണ് രാമനെങ്കിൽ, ഈശ്വരൻ്റെ അവതാരമാണ് രാമനെങ്കിൽ, ആ രാമൻ എന്ന വിഷ്ണു ദേവന്മാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാക്ഷസവംശത്തെ, രാവണൻ അടക്കമുള്ള രാക്ഷസവംശത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. ചെയ്യുന്നെങ്കിൽ ഞാൻ അക്കൂട്ടത്തിൽ പെട്ടാൽ എനിക്ക് നിത്യശാന്തി കിട്ടുമല്ലോ. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് സീതയുമായിട്ട് സുഖമായി കഴിയുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് അങ്ങ് ചെയ്യാവുന്നത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവണൻ്റെ ഈ പറച്ചിലിൻ്റെ പിന്നിൽ എന്താണുള്ളത്? രാവണന് വ്യക്തമായി അറിയാമായിരുന്നു എന്നുള്ളൊരു സൂചന അവിടെ കിട്ടുകയാണ്. താൻ ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടും എന്നുള്ള പൂർണ്ണമായ ബോധ്യം രാവണനുണ്ടായിരുന്നു എന്നുള്ള സൂചന കവി അവിടെ നൽകുന്നുണ്ട്. ആ സൂചന അനുസരിച്ച് രാവണൻ്റെ സ്വഭാവത്തിൽ താമസപ്രകൃതി കൂടുതലുണ്ടായിരുന്നു. 3 ഗുണങ്ങളുള്ളതിൽ താമസ ഗുണം ഏറ്റവും കൂടുതലുണ്ടായിരുന്നുവെങ്കിലും സത്വഗുണത്തിൻ്റെ ഒരു പ്രഭാവം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ. കാരണം അച്ഛനാര ബ്രാഹ്മണനും മഹർഷിയുമായ ആളാണ്, ബ്രഹ്മജ്ഞാനിയും ഋഷിയുമായ ആളാണ് അച്ഛൻ. അമ്മ മാത്രമേ ഉള്ളൂ രാക്ഷസ സ്ത്രീ. അപ്പം അച്ഛനിലുള്ള സാത്വികതയുടെ അംശം കുറേയെങ്കിലും എപ്പോഴെങ്കിലുമായി ഈ സ്വഭാവത്തിൽ കാണാതിരിക്കുമോ? അതുകൊണ്ടാണ് അവിടെ അത്തരം കാര്യങ്ങൾ വരുന്നത്. പൂർണ്ണമായിട്ട് 100% താമസപ്രകൃതി ആയിരുന്നില്ല രാവണൻ എന്നല്ല. ഒരു ജീവിയും അങ്ങനെയല്ല, ഒരു രാക്ഷസന്മാരും അങ്ങനെയല്ല, ഒരു മനുഷ്യരും അങ്ങനെയല്ല, ഒരു ദേവന്മാരും അങ്ങനെയല്ല. എല്ലാ ഇതിന് മിക്സായിട്ടേ കാണുന്നത്, സങ്കരമായിട്ടായിരിക്കും. ഇതിൻ്റെ ഏറിയോ കുറവോ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ 3 അംശങ്ങളും ഉള്ളതാണ് അഖില ജീവജാലങ്ങളും. അപ്പോൾ അതുകൊണ്ട് രാവണൻ്റെ സ്വഭാവത്തിലെ സാത്വികത ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വരുന്നത് ചെറിയൊരു അഗ്നിച്ചികള് പോലെ, ചെറിയൊരു തീപ്പൊരി പോലെ ആ സദ്ഗുണഭാവം അല്ലെ സാത്വികതയുടെ അംശം തെളിഞ്ഞു കാണുന്നുണ്ട്. എത്ര മോശപ്പെട്ട ആളുകളായാലും അതിലെല്ലാം നന്മയുടെ ചെറിയൊരു കണിക ഉണ്ടാവാതിരിക്കില്ല എന്ന് ഇന്നലെ നമ്മൾ ഓർമ്മിച്ചതാണല്ലോ. അപ്പോൾ ആ ഒരു അംശം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. മാത്രമോ രാവണൻ മോശക്കാരനല്ലെന്നും കൂടെ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. എന്തായാലും മാരീചനും ഈ രാവണനും തമ്മിലുള്ള സംവാദത്തിന് ശേഷമാണ് ഈ മാനിൻ്റെ വേഷം ധരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് വരുന്നത്. എന്നിട്ട് ഈ സമയത്ത് തന്നെ അപ്പോൾ ഇവരിങ്ങനെ അതിന് തിരിയാൻ തുടങ്ങുന്നതിന് മുമ്പ് സീതയെ അപഹരിച്ചു. ആ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് അവിടെ വരുന്നത്. രാവണൻ, ത്രിലോക പുരന്ദരനായ രാവണൻ തൻ്റെ എല്ലാ ശക്തിയോടും കൂടി കൗശലങ്ങളോടും കൂടി ഈ സീതയുടെ അടുത്ത് ഒരു സന്യാസി വേഷത്തിൽ, ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ എത്തുകയാണ്. സീത സൽക്കരിച്ചിരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ നടത്തി എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് പറയാനുള്ളതെല്ലാം പറഞ്ഞു. നീ ആര് സുന്ദരി, നീ ആരാണ്, നീ എന്താണ് ഈ വനത്തിൽ ഇങ്ങനെ ഏകയായി കഴിയുന്നത്, നിന്നെ ഇത്രയും കാലമായിട്ട് ആരും മോഹിച്ചിട്ടില്ലേ, നിൻ്റെ ഈ വിഭ്രാമകമായ സൗന്ദര്യ തികവ് കണ്ടിട്ട് എനിക്ക് തന്നെ അസ്വസ്ഥത ജനിക്കുന്നുണ്ടല്ലോ, നിന്നെ ഇതുവരെ ആരും മോഹിച്ചിട്ടില്ലേ, നീ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ കാര്യമൊക്കെ അറിയാമെങ്കിലും സീതയിൽ നിന്ന് മറുപടി കിട്ടുമല്ലോ എന്ന് കരുതി ചോദിക്കാം. അപ്പോൾ സീത പറഞ്ഞു, ഞാൻ ഇങ്ങനെ സൂര്യവംശത്തിലെ ദശരഥ രാജാവായ ദശരഥൻ്റെ മകനായ ശ്രീരാമൻ്റെ ഭാര്യയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും വലിയ സത്യമൊന്നുമില്ല. ആമൂലാഗ്രം അടി മുതൽ മുടി വരെ സീതയുടെ സൗന്ദര്യാമൃതം നുകരുന്നതിലാണ് രാവണനെ ശ്രദ്ധിച്ചത്. സീതയുടെ ഈ സൗന്ദര്യ ധാരാളിത്തം മുഴുവൻ ഈ കണ്ണുകൾ കൊണ്ട് ഊറ്റിയെടുക്കുന്ന സമ്പ്രദായമാണ് രാവണനുണ്ടായത്. വിഷയിലാമ്പടനാണല്ലോ രാവണൻ. ലൗകിക ഹിതങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ആളാണ് രാവണൻ. സമ്പത്ത് അയാൾക്കൊരു പ്രശ്നമല്ല. ധാരാളം സമ്പത്തുകളുണ്ട് അയാൾക്ക്. സമ്പത്ത് വേണമെന്നുള്ള ആഗ്രഹമല്ല. പിന്നെ അതിസുന്ദരിയായ സ്ത്രീയെ സ്വന്തമാക്കണമെന്നുള്ള വൈകാരികമായ ഒരു വിവക്ഷ മാത്രമേ രാവണനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒടുവിൽ അയാൾ വിവരം പറഞ്ഞു, ഞാനിങ്ങനെ സാക്ഷാൽ ത്രിലോക പുരന്ദരനായ രാവണനാണ്. ഇന്ദ്രൻ പോലും എന്നെ കണ്ടാൽ പേടിച്ചോടും. ഈ ലോകം മുഴുവൻ എന്നെ കണ്ട് വിറയ്ക്കുകയാണ്. എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്, രാജ്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 ലോകങ്ങളും എന്നെ കണ്ട് ഭയക്കുന്ന ആളാണ്. അത്രത്തോളം ശ്രേഷ്ഠതയുള്ളവനാണ് ഞാൻ എന്ന ആത്മപ്രശംസ. അത് സാധാരണ എല്ലാവർക്കും ഉണ്ടല്ലോ, ഏറെ കുറഞ്ഞ ഉണ്ട്. രാവണനിൽ ഇത് കുറേ അധികമായിരുന്നു ആത്മപ്രശംസ. തന്നെ പുകഴ്ത്തി പറയുക. സ്വന്തം യോഗ്യതകളെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചു ഈ രാവണൻ. ഇതെല്ലാം കേട്ടപ്പോൾ സീതയ്ക്ക് ഇഷ്ടമല്ല തോന്നുന്നത്, അനിഷ്ടമാണ് തോന്നിയത്. അവിടെ കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിക്കിൽ കർണങ്ങൾക്കകമ്പുക്ക് പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോലും എന്ന് മഹാഭാരതം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. മഹാഭാരതം കിളിപ്പാട്ടിലാണ് അതുള്ളത്.
കേട്ടുകൂടാത്ത വാക്കാം ആയുധം. വാക്ക് ആയുധം പോലെയാണ്, അത് മുറിപ്പെടുത്തും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, രണ്ട് വശത്തും വായുത്തലയുള്ള കത്തിയാണത് വാക്കെന്ന് പറയുന്നത്. അത് ഹിതമായും അഹിതമായും ഉപയോഗിക്കാം. നമുക്കറിയാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടും സംസാരിക്കാം, അല്പം മോശമായിട്ടും സംസാരിക്കാം, അല്ലേ? അശ്ലീലമായിട്ടും നമുക്ക് സംസാരിക്കാം. നമുക്കറിയാവുന്ന അക്ഷരങ്ങൾ കൊണ്ട്, അതേ അക്ഷരങ്ങൾ കൊണ്ട് തന്നെ പിന്നെ ശ്ലീലമായും സംസാരിക്കാം. അശ്ലീലവും ശ്ലീലവും രണ്ടുണ്ട്. എന്തായാലും ശരി, ഇങ്ങനെ ഈ രാവണൻ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഈ സീതയ്ക്ക് കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചതുപോലെയാണ്. കർണങ്ങൾക്കകം, ചെവിക്കകത്ത് ഇത് കടന്ന് അകംപുക്ക് പുണ്ണായാൽ, അത് വ്രണമായി മാറിയാൽ പിന്നെ പൂർണ്ണമായി ശമിക്കയില്ലേ ഒട്ടുനാൾ ചെന്നാൽ പോലും. അതാ വാക്കിൻ്റെ ഒരു കുഴപ്പം. വാക്ക് വരമാണെങ്കിലും അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. എന്തായാലും അതൊക്കെ കേട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരുപാട് രാവണനെ ഭർഷിക്കുന്നുണ്ട് സീത. നീ അല്പത്തിനാണ്, നിനക്കൊന്നും അറിയാൻ മേത്തവനാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ്, അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ ഏറ്റവും വലിയ പരമാത്മാവാണ്, ഇതാണെന്നുള്ള പറയുന്നു. പിന്നെ വിദ്യാനാഥനാണ്, അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ആളാണ്, ദേവാധിപനാണ്, ദേവനാഥന്മാരായ ശിവനും ബ്രഹ്മാവും മറ്റാളുകൾ പോലും വന്ദിക്കുന്ന ആളാണ്, അതിവന്ദനീയനും അതിപൂജനീയനുമായ ആളാണ് എന്നെല്ലാം സീത ധാരാളമായി പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞിട്ടും രാവണൻ അല്പം ദേഷ്യത്തോടു കൂടി ഈ സീതയെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ടാണ് രഥത്തിൽ കയറിപ്പോകുന്നത്. ഉത്സംഗം എന്ന് പറഞ്ഞാൽ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൊന്മാനെ കണ്ട സീത ഇത്തരം മോഹത്തിന് വിധേയയാകരുതായിരുന്നു. പക്ഷേ സീതയുടെ വൈകാരികത അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് മായനെ കണ്ടു മോഹിച്ച സീതയ്ക്ക് ഇതിൽ പരം ഒരാപത്ത് വരാനുണ്ടോ? മോഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിലൂടെ അനുഭവിച്ചറിഞ്ഞ ശ്രേഷ്ഠത, ലൗകികമായ അത്തരം ഭാവം തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് സീത ഒരു കാരണവശാലും ചിന്തിച്ചതേയില്ല. അതാണ് സീതയ്ക്ക് പറ്റിയ കുഴപ്പം. അതുപോലെ തന്നെ വേറൊരു സന്ദർഭം കൂടിയുണ്ട്. സീത രാമനെ അനുഗമിച്ച് കാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അത് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവും, ഈ രാമായണം തന്നെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ യോഗമായ എന്നുള്ള നിലയിൽ സീത ഇവിടെ സമ്മതിച്ചതാണ് ഇതിന് രാമന് സഹായകമായി നിൽക്കാമെന്ന്. രാക്ഷസവംശ വിനാശനത്തിന് ആവശ്യമായ കരുക്കൾ നീക്കാൻ തീരുമാനിച്ച രാമനെ സഹായിക്കാൻ യോഗമായ ഒപ്പം കൂടുമെന്നും ആ യോഗമായയെ നിമിത്തമാക്കിക്കൊണ്ട് തന്നെ, അതൊരു ആയിക്കൊണ്ട് തന്നെ രാമകഥ മുമ്പോട്ട് നീങ്ങുമെന്നുമുള്ള മുമ്പെയുള്ള അറിവ് കൊണ്ടും തീരുമാനം കൊണ്ടും അത് നടപ്പിലാക്കിയതാണിതെന്ന് സാമാന്യഗതിയിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ കഥാഗതിയിൽ വരുന്ന ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. വല്ലാത്തൊരു കഥയായിട്ടാണ് നമുക്കത് തോന്നുന്നത്. അത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല, ഇത് സംഭവിച്ചെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറയും. പക്ഷേ സംഭവിക്കേണ്ടതിൻ്റെ രീതി നേരത്തെ തന്നെ കവിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഇത് സംവിധാനം ചെയ്താലാണ് ഈ ജിജ്ഞാസാഭരിതമായ രീതിയിൽ ഈ കഥ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പരിണാമഗുംഭനം എന്ന് പറയും. ആ രീതിയിൽ പരിണാമത്തെ ഒളിച്ചു വയ്ക്കൽ, ആ ഒരു രീതിയിൽ കഥാഗതിയെ മുമ്പോട്ട് നയിക്കുന്നതിന് എന്തൊക്കെ കരുക്കൾ ഉപയോഗിക്കാം എന്ന് മുൻകൂർ തീരുമാനിച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. വായനക്കാരും പഠിതാക്കളുമായ നമ്മളുണ്ടോ അതറിയുന്നു. നമ്മൾ ഈ കഥകളിലൂടെ നടന്നു പോകും. സിനിമ കാണുമ്പോഴങ്ങനെ ഈ സിനിമ ഒരു കഥയുണ്ടാകും, ആ കഥയ്ക്ക് പിന്നെ തിരക്കഥ ഉണ്ടാക്കും, ആ തിരക്കഥയ്ക്കനുസരിച്ച് സംഭാഷണങ്ങൾ ഉണ്ടാക്കും, സംഭാഷണങ്ങൾക്കനുസരിച്ച് ദൃശ്യവിരുന്നൊരുക്കും. ഇതെല്ലാം കൂടെ ചേർന്നൊരുക്കി ഒരു സിനിമയായി വരും. നമ്മൾ തിയേറ്ററിൽ പൈസ കൊടുത്ത് പോയിരുന്ന് കാണുമ്പോൾ ആ കഥാഗതിക്കനുസരിച്ച് നമ്മുടെ മനസ്സും ആ മനസ്സിൽ നിന്ന് വരുന്ന വിചാരങ്ങളും ആ ദൃശ്യാനുഭവങ്ങൾക്കനുസരിച്ചും സംഭവ പരമ്പരകൾക്കനുസരിച്ചും മുമ്പോട്ട് അങ്ങനെ നീങ്ങിപ്പോകും. നീങ്ങിപ്പോയി പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആ കഥയിലുള്ളതെങ്കിൽ നായകൻ ആരാന്ന് വെച്ചാൽ നായകൻ വില്ലനെ എടുത്തിട്ട് ഇടിക്കുമ്പോൾ നമ്മുടെ കൈയും കാലും അതുപോലെ അനങ്ങും. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പിന്നെ മനോഭാവം വരും. അവിടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റണ്ടൊക്കെ രംഗങ്ങൾ കാണുമ്പോഴേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മുഖത്ത് നമ്മളൊന്ന് നോക്കണം. അപ്പോഴറിയാം അവരുടെ മുഖത്ത് എന്തെല്ലാം തരത്തിലുള്ള വികാരങ്ങളാണ് മിന്നിമറയുന്നതെന്ന്. ചിലപ്പോൾ ഇരിക്കുന്ന ആളുകളെ ചവിട്ടിയെന്ന് വരും, ഇരിക്കുന്ന ആളുകളെ ഇടിച്ചെന്ന് വരും ആളുകൾ. അത്രത്തോളം വൈകാരികത അനുഭവിക്കും. വെറും ദൃശ്യമാണെന്നും ഒരു തിരശീലയിൽ അത് വെറുതെ കാണുകയാണെന്നും ഒരു ചലനചിത്രമാണതെന്നുള്ള ബോധ്യം ഉണ്ടാവുകയില്ല. താനും അതിനകത്തെ പങ്കാളിയാണെന്ന് വിശ്വസിക്കുകയും സ്വയം അത് ആരോപിച്ചുകൊണ്ടും ആ ദൃശ്യവിരുന്ന് അനുഭവിച്ച് തീർത്ത് അവസാനം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ശ്വാസവും വിടും, സുഖം. ഇതല്ലേ നമ്മുടെ കലാസക്ഷയുടെ ആസ്വാദനം എന്ന് പറയുന്നത്, അല്ലേ?
അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ട്. സാഹിത്യകൃതിയെ സംബന്ധിച്ചും ഇതുപോലെ തന്നെയുണ്ട്. ഒരു നോവൽ വായിക്കുന്നു, ഒരു കഥ വായിക്കുന്നു, ഒരു കാവ്യം വായിക്കുന്നു, അപ്പോഴെല്ലാം നമുക്ക് വരുന്ന ഈ അനുഭവരസത്തിൻ്റെ തീക്ഷ്ണത ഇത് നമ്മുടെ വൈകാരികതയ്ക്കനുസരിച്ച് അങ്ങനെ മുമ്പോട്ട് നീങ്ങി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സാഹിത്യത്തിലേക്ക് തന്നെ വരാം, കഥയിലേക്ക് തന്നെ വരാം, കാവ്യത്തിലേക്ക് തന്നെ വരാം. രാവണൻ തൻ്റെ ദണ്ടും കമണ്ടലും എല്ലാം കയ്യിലുണ്ടായിരുന്ന സന്യാസി വേഷത്തിലാണല്ലോ വന്നത്, ഭിക്ഷുവിൻ്റെ വേഷത്തിലാണ് വന്നത്. അതെല്ലാം ഈ തൻ്റെ ആ പുഷ്പവിമാനത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് സീതയെ മടിയിലെടുത്ത് നേരെ പാഞ്ഞു പോയി. കുറേ ദൂരം ചെന്നപ്പോഴാണ് ഒരു അപാരമായ ഒരു ശബ്ദം എവിടുന്നോ കേൾക്കുന്നു. കുറേയധികം ഈ വൃക്ഷങ്ങളെല്ലാം ഉലയുന്ന ശബ്ദം കേൾക്കുന്നു. ഉടൻ തന്നെ വലിയൊരു വൃക്ഷക്കൊമ്പൻ ഒരു ഉയരത്തിലാണ് മുമ്പിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഈ ജടായു എന്ന് പറയുന്ന പക്ഷിശ്രേഷ്ഠൻ ഇത് കാണുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എടാ ഇതാരാ, രാവണൻ വന്ന് സീത എടുത്തുകൊണ്ട് പോവുകയാണല്ലോ എന്ന് ചോദിച്ചു. എന്ന് കണ്ടു. പറഞ്ഞു ഈ യാഗത്തിന് ഈ ഹവിസ് ഉണ്ടാക്കും. ഹവിസ് തിലതണ്ടുല മാഷഞ്ച സിതാമധുക സംയുതം ഖ്രവേന യുതം യുക്തം പുരോടാശം ഭവൽ എന്ന് പറയും. യാഗാഗ്നിയിൽ ഹോമിക്കുന്ന കുറേ വസ്തുക്കളാണ്. ഈ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പുരോടാശം അതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ യാഗമെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ അവസാനം വരുന്ന ഭാഗം പ്രോഡക്റ്റ് ഉൽപ്പന്നം എന്ന് പറയും. ആ ഉൽപ്പന്നം എടുത്ത് നമ്മൾ പ്രസാദമായിട്ടൊക്കെ എടുക്കും. അത് വളരെ പവിത്രമാണ്. ഇത് എടുക്കാൻ ഒരു നായ വന്ന് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ ആ ദിവ്യമായ പുരോടാശത്തെ ഒരു നായ കടിച്ചെടുക്കുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തെ ഇതാ ഒരു രാക്ഷസൻ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് നിലവിളിക്കുകയാണ് ഈ ജടായു. എന്നിട്ട് പറന്നു ചെന്നു. നടന്നല്ലോ, പക്ഷിയല്ലേ, പറന്നു ചെന്നിട്ട് രാവണനോട് എതിർക്കുകയും കുറേ ചീത്ത പറയുകയും ചെയ്തു. ദശരഥ നന്ദനൻ്റെ പട്ടമഹിഷിയായ സീതയെ നിനക്ക് എങ്ങനെയാണ് അപഹരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത്? മായാദേവിയായ സീതയാണിത്, നീ പെട്ടെന്ന് അവളെ മോചിപ്പിക്കൂ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷേ രാവണൻ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല. പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ പയറ്റി നോക്കി. പക്ഷേ ജടായു അതിനെല്ലാം തോൽപ്പിക്കുകയും ചെയ്തു. ബില്ലും അമ്പും എല്ലാം കടിച്ചു മുറിച്ചിട്ടു, കുത്തിപ്പറിച്ചെടുത്തു. അയാളുടെ വസ്ത്രങ്ങൾ കുത്തി കീറി, ദേഹമാസകലം ഈ ചുണ്ടുകൊണ്ട് കടിച്ചു കീറി എല്ലാം ചെയ്തു. അവസാനം ഈ തേര് നശിപ്പിച്ചു, കുതിരയെ കൊന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തറയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ വളരെ ദേഷ്യപ്പെട്ട് ഈ രാവണൻ തൻ്റെ കയ്യിലിടുന്ന വാൾ, ദിവ്യമായ ചന്ദ്രഹാസം, അയാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി ഈ പക്ഷീന്ദ്രൻ്റെ 2 പക്ഷങ്ങളും 2 ചിറകുകളും, ഈ പക്ഷങ്ങളുള്ളത് കൊണ്ടാണ് പക്ഷി എന്ന് വിളിക്കുന്നത്, പക്ഷ ചിറകെന്നാണ്, പക്ഷങ്ങളുള്ളത് പക്ഷി. അപ്പോൾ അങ്ങനെ ആ പക്ഷിയുടെ 2 പക്ഷങ്ങളും ചിറകുകളും അരിഞ്ഞു വീഴ്ത്തി ചോര ഒലിപ്പിച്ച് ജടായു താഴെ മൃതപ്രായനായി വീണുപോയി. അവിടുന്ന് വീണ്ടും തൻ്റെ വാഹനം, ദിവ്യശക്തിയുള്ള ആളാണല്ലോ എന്നുള്ള വാഹനം വരുത്തി അതിൽ കയറി വീണ്ടും നേരെ പോകുമെന്ന് മാത്രമല്ല വഴിയിലുള്ള എല്ലാ വൈതരണികളെയും വളരെ ക്ലേശം സഹിച്ചായാൽ പോലും രാവണൻ അതിജീവിച്ച് ഈ മഹേന്ദ്രപർവ്വതത്തിലുള്ള ലങ്ക എന്ന് പറയുന്ന ദിവ്യമായ സ്വർണ്ണമയി ലങ്ക എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുകയാണ്. ഈ സമയത്താണ് രാമനും ലക്ഷ്മണനും കൂടി ഈ സീതയെ അന്വേഷിച്ചുകൊണ്ട് ഇവിടെ വരികയും മുമ്പ് ഞാൻ പറഞ്ഞ ഭാഗത്തിൽ ഉള്ള കുറേ കാര്യങ്ങളിലേക്ക് വരികയും അങ്ങനെ വരുമ്പോഴാണ് ജടായുവിനെ കാണുന്നത്. അങ്ങനെ കുറേ ദൃശ്യങ്ങൾ കണ്ടും നിലവിളിച്ചും കൊണ്ട് ഈ വിരഹതാപം അനുഭവിച്ചുകൊണ്ട് തന്നെ രാവണൻ മുമ്പോട്ട് നീങ്ങുമ്പോൾ ദൂരെ ഈ ചോരൊലിപ്പിച്ച് കിടന്ന് ജടായുവിനെ കാണുക. പക്ഷേ ജടായു ആണെന്ന് മനസ്സിലായില്ല, ചിറകളൊന്നുമില്ല. ഏതോ ഒരു രാക്ഷസൻ സീതയും കുത്തിപ്പറിച്ച് നിന്നിട്ട് കിടക്കുകയാണ് അവിടെ. അവൻ്റെ ചോര കണ്ടോ, സീതയുടെ ചോരയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രാമൻ കരയുക. അപ്പോൾ ലക്ഷ്മണൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് രാക്ഷസനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ജടായു വിളിച്ച് പറഞ്ഞു, രാമ, ഞാനാണ് അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്തായ ജടായുവാണ് ഞാൻ. എന്നെ രാവണനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ മരിക്കാൻ തുടങ്ങുകയാണ്, എനിക്ക് ഉദകക്രിയകൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തലോടി, രാമൻ ചെന്ന് പക്ഷിയെ എടുത്ത് തലോടി. പിതൃനിർവിശേഷമായ ഒരു ബഹുമാനത്തോടെയും ആർദ്രതയോടെയും സ്നേഹവായ്പോടെയുമാണ് ഈ ശ്രീരാമചന്ദ്രൻ ഈ ജടായുവിനെ തലോടുന്നത്. ആ തലോടൽ അനുഭവിച്ച് സുഖമായി മൃത്യുലോകം പോവുകയാണ് ഈ ജടായു. മൃത്യുലോകം പോകാൻ ശരീരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രാമൻ അപ്പോൾ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യണം, നേരെ എൻ്റെ സന്നിധാനത്തിലേക്ക് തന്നെ മടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജഡം ഇവിടെ ദഹിപ്പിക്കുകയും ചെയ്തു. ആ ജഡത്തിൽ നിന്ന് ദിവ്യ രൂപം മുകളിലേക്ക് ഉയരുകയും
സ്തുതിക്കുകയും ചെയ്യുകയാണ്. ആ സ്തുതിരൂപമാണ് നേരത്തെ ഒരാൾ വായിച്ചത്, ജടായു സ്തുതി എന്ന് പറഞ്ഞിട്ട് വായിച്ചത്. അദ്വയനും അമേയനുമായ വൈഷ്ണവ സങ്കല്പത്തിൻ്റെ അധിഷ്ഠാനമൂർത്തിയായ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ ജടായു പരലോകം പോകുന്നത്. വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുന്നത് ജടായുവിന്. ആ ഭാഗമാണ് സ്ത്രീ വായിച്ചത്. ആ കഥാഗതി മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുമ്പോഴേ അതിനൊരു സുഖമുള്ളൂ. ആ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇത് എൻ്റെ ഈ ചെറിയ വാക്കുകളൂടെ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റും, അത് ഉൾക്കൊള്ളാൻ പറ്റും. രാമകഥ ഉൾക്കൊള്ളുകയും അതിൻ്റെ സാരാംശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കഴിയുന്നിടത്തോളമൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യവും മറ്റും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നത് കൊള്ളാം. ആ വനത്തിൻ്റെ എല്ലാ ദൃശ്യഭംഗികളും അവർക്ക് കണ്ടറിയാനുള്ള സാവകാശമൊന്നുമില്ല. അവരുടെ മുമ്പിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: സീത അപഹരിക്കപ്പെട്ടു, സീതയെ കണ്ടെത്തണം. എന്താണ് മാർഗം, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ഏത് ദിശയിൽ പോയാൽ സീതയെ കണ്ടെത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്നിട്ട് അവർ നേരെ ഈ മാരീചനെയൊക്കെ കൊന്നു. എല്ലാം കഴിഞ്ഞല്ലോ. അങ്ങനെ കുറേ വധങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഒരുപാട് വധങ്ങൾ നടത്തി. അങ്ങനെ നടത്തിയതിന് ശേഷം ഈ പർണശാലയിൽ നിന്ന് കുറേ അധികം ദൂരെയായപ്പോഴേ ഒരു രൂപം മുമ്പിൽ വരികയാണ്. പക്ഷെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു രൂപം ഇത്. അപ്പോൾ അപ്പോഴും രാമൻ ശങ്കിക്കുന്നത് സീതയെ പിടിച്ച് തിന്നിട്ട് വരികയാണ്. സീതയെ പിടിച്ച് തിന്നിട്ടാണ് ഈ വരുന്നത്. അതിന് എന്താണ് അതിൻ്റെ മാർഗം? ഇയാളെ എന്ത് ചെയ്യാൻ നോക്കും? നമുക്ക് എവിടെ അമ്പയിക്കാനാ, എങ്ങനെ ചോദിക്കാനാ? തലയുമില്ല കാലുമില്ലല്ലോ, ആരോട് ചോദിക്കും? ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴേ ഇയാൾ രാമൻ പറഞ്ഞു, ഞാൻ ദശരഥ നന്ദനായ ശ്രീരാമനാണ്. ഈ കൂടെ ഒരാളുണ്ട്, അത് ലക്ഷ്മണനാണ്, എൻ്റെ അനുജനാണ്. എനിക്ക് ഒരു ഭാര്യയുണ്ട്, സീതയാണ്. സീതയെ ആരും അപഹരിച്ചു. അത് സീതയെ കണ്ടെത്താനുള്ള മാർഗം വല്ലതും നിങ്ങൾക്ക് പറയാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ദശരഥ നന്ദനന്മാരായ ശ്രീ രാമനും ലക്ഷ്മണനുമാണോ? എനിക്ക് അങ്ങനൊരു ശാപമുണ്ട്. അഷ്ടാവക്ര മുനി എന്നൊരു മുനിയുണ്ട്. അയാളുടെ കാര്യം പറയുകയാണ്. അഷ്ടാവക്ര മുനി. ഈ അഷ്ടാവക്ര മുനിയെ ഒരിക്കൽ ഞാനിങ്ങനെ ആക്ഷേപിച്ചു. ഞാനൊരു ഗന്ധർവനാണ്. ആദ്യം പറഞ്ഞു, ഞാൻ ഗന്ധർവനായിരുന്നു, ഗന്ധർവ രാജാവായിരുന്നു. ധനു എന്നായിരുന്നു എൻ്റെ പേരന്ന്. ധനു എന്ന ഗന്ധർവ രാജാവായ ഞാൻ ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വനത്തിൽ വെച്ച് ഈ അഷ്ടാവക്ര മുനിയെ കണ്ടു. ശരീരത്തിന് 8 വളവുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ മന്ത്രിക്ക് 3 കൂനുണ്ടെന്ന് പറയുന്ന പോലെ. അതുപോലെ ഭാഗവതത്തിലുണ്ട് ത്രിവക്ര എന്ന് പറയുന്നവർ ഉണ്ട്. അപ്പോൾ ശരീരത്തിൽ കൂന് വരുന്നതിനെ കുറിച്ചാണ് അങ്ങനെ പറയുക. അപ്പോൾ ഈ അഷ്ടാവക്ര മുനിയെ കണ്ടിട്ട് പരിഹസിച്ച് ചിരിച്ചു ഈ ധനു എന്ന് പറയുന്ന ഗന്ധർവ രാജാവ്. സമ്പന്നതയ്ക്കൊന്നൊരു കുറവില്ലല്ലോ, അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കാമല്ലോ. അങ്ങനെയാണ്. ധനം എപ്പോഴും അഹങ്കാരത്തെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ധനം ദോഷമാണെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ പറഞ്ഞതാണ്, ധനത്തിൻ്റെ കുഴപ്പം. അർത്ഥം പാലും അനർത്ഥം എന്ന് പറയും. സമ്പന്നത, ആർഭാടം ഇത് രണ്ടും വർദ്ധിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളുണ്ട്. സമ്പന്നത കൊണ്ടുള്ളത് കൊണ്ടാണ് ആർഭാടം ശീലിക്കേണ്ടി വരുന്നത്. സമ്പന്നതയും ആർഭാടം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട് അഹങ്കാരമാണുള്ളത്. അഹങ്കാരം കൊണ്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതം തകരാൻ വേറെ വല്ലതും വേണം. ശിഷ്ടന്മാരായ ആളുകളെ പലതരത്തിൽ ഉപദ്രവിക്കുക, ദുഷ്ടന്മാരായ ആളുകളായി തന്നെ ജീവിക്കാൻ ഇടയാവുക, ഇതൊക്കെയാണ്. എന്തായാലും ധനു അങ്ങനെ കുറേ ആക്ഷേപിച്ച് ചിരിച്ചപ്പോൾ അഷ്ടാവക്ര മുനി ശപിച്ചു, നീ രാക്ഷസനായി തീരട്ടെ എന്ന്. അങ്ങനെ രാക്ഷസനായി തീർന്നിട്ട് ഇയാളിങ്ങനെ അപ്പം അവിടെ ശാപമോക്ഷം കൊടുത്തു. ദശരഥനന്ദനന്മാരായ രാമലക്ഷ്മണന്മാർ വരുന്ന കാലത്ത് രാമൻ നിൻ്റെ ബാഹുക്കൾ, അതായത് കൈകൾ അരിഞ്ഞു വീഴ്ത്തും. അങ്ങനെ അരിഞ്ഞു വീഴ്ത്തി കഴിയുമ്പോൾ നിനക്ക് മരണമുണ്ടാകും. അത് കഴിഞ്ഞ് നിനക്ക് ഈ വിദ്യാധര ലോകത്തേക്ക് വരാൻ പറ്റും എന്നിങ്ങനെ ശാപമോക്ഷം കൊടുത്തിരുന്നു. എന്തായാലും രാക്ഷസനായി ഇങ്ങനെ നടന്ന് കുറേ നാളിങ്ങനെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രനെ വഴിവെച്ച് കണ്ടു. ദേവേന്ദ്രൻ, ദേവാധിപനായ ഇന്ദ്രനെ കണ്ടിട്ട് ഇന്ദ്രനോടടുക്ക് യുദ്ധത്തിന് ചെന്നു. അത് ഗുസ്തിക്ക് ചെന്നു. നല്ല യുദ്ധമാണ്. ഈ ഗുസ്തിക്ക് ചെന്നപ്പോൾ ദേവേന്ദ്രൻ എന്ന് കയ്യിലിരുന്ന വജ്രായുധം എടുത്ത് തലമണ്ടയ്ക്ക് ഒറ്റ അട്ടി വെച്ചു. തലയുടെ ഉച്ചയ്ക്ക് ഒരടി കൊടുത്തു. അടി കൊടുത്ത പാടെ ഇയാൾ താഴോട്ടങ്ങ് അമർന്നു പോയി. അകർന്ന് തലയും വയറ്റിനകത്തായി, കാലും വയറ്റിനകത്തായി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തലയും കാലും ഇല്ലെങ്കിൽ പിന്നെ.
അവൻ പിന്നെ അയ്യോ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നായി. കണ്ടുവന്നവരും ഇത് വളരെയധികം പിന്നെ സങ്കടത്തോടെ ഇന്ദ്രനോട് പറഞ്ഞു. അവൻ പറഞ്ഞു നിൻ്റെ വയറ്റിൽ വായെത്തും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ഇയാൾ തലയും കാലും ഇല്ലാതെ നടക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളെല്ലാം വാരി വലിച്ച് വയറ്റിലോട്ട് അങ്ങിടും. അത് വാ വഴി അങ്ങ് പോവും, അവിടെ ഉണ്ട്. അങ്ങനെ അയാൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാമൻ ഇയാളുടെ ബാഹുക്കൾ അമ്പയച്ച് ഇല്ലാതെയാക്കി. പെട്ടെന്ന് അയാളും ഈ സ്വർഗപദപ്രാപ്തിയിൽ എത്തുകയാണ്. ആ ഭാഗത്ത് ഒരു സ്തുതിയുണ്ട്, കബന്ധഗതി എന്ന് പറയുന്നിടത്തൊരു സ്തുതിയുണ്ട്. ദേവന്മാരും എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും രാക്ഷസന്മാരും ഇഴജന്തുക്കളും എന്ന് വേണ്ട എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ചരാചര പ്രകൃതികളായിട്ടുണ്ടോ അത് മുഴുവനും ഈ വിരാട് രൂപത്തിനകത്തുണ്ട് എന്നുള്ള ഏകദേവതാഭാവത്തിൻ്റെ വളരെ ശക്തമായ ഒരാവിഷ്കാരമാണ് ഈ കബന്ധഗതിയിൽ പറയുന്ന വാക്കുകൾ അവഗ്രഹിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. ആ കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് മോക്ഷം വന്നാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഗത്തിൽ എന്നെ ഇങ്ങനെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ സീതയെ കണ്ടെത്താനുള്ള മാർഗം എവിടെയെന്ന് ഞാൻ പറയാമെന്ന് നേരത്തെ ഒന്ന് പറയുകയും ചെയ്തിരുന്നു. അതിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ദിവ്യരൂപം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത്, ശബരി എന്ന് പറയുന്ന ഒരു താപസ സ്ത്രീ ഉണ്ട്, അവരെ കണ്ടാൽ മതി, സീതയെ കാണാനുള്ള വഴി അവർ പറഞ്ഞു തരും. അപ്പോൾ ശബരി ആശ്രമ പ്രവേശമാണ് ഇനിയുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നിങ്ങനെ നിൽക്കട്ടെ. ശരി.